ഹലോ, എന്താണ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ കേരളത്തിൽ നിന്നും കൊൽക്കട്ടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ട്രെയിനിലാണ്. 2261 എന്ന് പറഞ്ഞ ട്രെയിന് ഷാലിമാർ എക്സ്പ്രസ് ആണ്. തിരുവനന്തപുരത്തു നിന്നും ഷാലിമാർ വരെയുള്ള, അതായത് കൊൽക്കട്ടയിൽ ഷാലിമാർ വരെ യാത്ര ചെയ്യുന്ന ട്രെയിനിലാണ് ഉള്ളത്. തിരുവനന്തപുരം മുതൽ ഷാലിമാർ വരയ്ക്ക് 2565 കിലോമീറ്ററാണ് കേട്ടോ ഏകദേശം വരുന്നത്. തൃശ്ശൂരിൽ നിന്നും ഏകദേശം 37 മണിക്കൂറോളം ഉണ്ട് കേട്ടോ. ട്രെയിൻ ടിക്കറ്റൊക്കെ നമുക്ക് റെയിൽ വൺ എന്ന് പറഞ്ഞ ആപ്പിൽ നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അതേപോലെ ഫുഡ് കാര്യങ്ങളൊക്കെ വേണമെങ്കിലും നമുക്ക് ആപ്പ് ത്രൂ തന്നെ ഓർഡർ ചെയ്യാം. അപ്പോൾ ഓരോ സ്റ്റേഷൻ എത്തുന്നതിന് കുറച്ച് മുമ്പ് നമ്മൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സ്റ്റേഷനിൽ അവിടെ ആൾക്കാർ വന്ന് നമ്മളെ കയ്യിൽ തരുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ കൊൽക്കട്ടയിൽ സാന്ത്രഗച്ചി എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിലാണ് ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നത്. അതായത് ഷാലിമാർ എത്തുന്നതിനും തൊട്ടുമുമ്പത്തെ സ്റ്റേഷനാണ്. അപ്പോൾ ഏകദേശം ഒരു 1.5-1.25 മണിക്കൂർ നമുക്കിവിടെ സേവ് ചെയ്യാൻ പറ്റും. ഞാൻ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൊൽക്കട്ടയിലെ ഹൗറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഹൗറയിലെ പാർക്ക് സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു ഏരിയയിലാണ് ഉദ്ദേശിക്കുന്നത്. സാന്ത്രഗച്ചിയിൽ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 10-40 മിനിറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ ഈ ഒരു സ്ഥലത്തേക്ക് എത്താൻ പറ്റും കേട്ടോ. ഈ പാർക്ക് സ്ട്രീറ്റിൻ്റെ അടുത്താണ് നമ്മുടെ ടൂറിസ്റ്റ് സ്പോട്ട്സ് ഒക്കെ ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് കേട്ടോ. ഈ ട്രെയിനല്ലാതെ ഹൗറയ്ക്ക് ഡയറക്റ്റ് പോകുന്ന ട്രെയിൻസും ഉണ്ട്. അപ്പോൾ അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് ഡാൻകുണി എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ അടുത്തുള്ള സ്റ്റേഷനിലേക്ക് പോകാനുണ്ട്. അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലെ ഡീറ്റെയിൽ കൊടുത്തേക്കാം. ഇതാണ് സാന്ത്രഗച്ചി എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷൻ. അപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് ഒരു ലോക്കൽ ട്രെയിൻ പിടിച്ചിട്ട് ഹൗറയിലേക്ക് പോകണം. 5 രൂപ മാത്രമേ ഉള്ളൂ ടിക്കറ്റിന്. 25 മിനിറ്റ് ഏകദേശം എടുത്തിട്ടോ. നമ്മളിപ്പോൾ ഹൗറ സ്റ്റേഷനിൽ എത്തിയിട്ടോ. അപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. റെയിൽവേ സ്റ്റേഷൻ പുറത്തിറങ്ങിയ തൊട്ടടുത്ത് തന്നെയാണ് സബ്വേ സ്റ്റേഷൻ ഉള്ളത് കേട്ടോ, മെട്രോ സ്റ്റേഷൻ. അവിടെ നിങ്ങൾ പുറത്തിറങ്ങി ജസ്റ്റ് ഒന്ന് ഹൗറ ബ്രിഡ്ജ് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ്റെ. കൊൽക്കട്ട എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന ബ്രിഡ്ജാണ് ഈ ഹൗറ ബ്രിഡ്ജ്. ഹുഗ്ലി നദിക്ക് മുകളിലൂടെ കൊൽക്കട്ട നഗരത്തെയും അതേപോലെ ഹൗറയെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലാണിത്. 1943 ഇത് നിർമ്മിച്ചത് കേട്ടോ. ബ്രിഡ്ജിൻ്റെ അടിയിൽ കുറേ പൂക്കളൊക്കെ വെക്കുന്ന ഒരുപാട് മാർക്കറ്റ് പോലെയൊക്കെ കണ്ടു. സ്റ്റീൽ ഉപയോഗിച്ചിട്ട് നിർമ്മിച്ച ഈ ഭീമൻ പാലത്തിന് നടുവിൽ തൂണുകളില്ല എന്നുള്ളതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ ബോട്ട് ഫെറി സർവീസൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് നടക്കുകയാണെങ്കിൽ. ഈ ബ്രിഡ്ജിൽ കൂടെ മേലെന്ന് നോക്കി കഴിഞ്ഞാൽ മറ്റൊരു ബ്രിഡ്ജ് കാണാൻ പറ്റും. അത് ഹൂഗ്ലി ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്. അത് മൊത്തം കേബിൾ സൈഡായിട്ടുള്ള ബ്രിഡ്ജാണ്. സബ്വേ സ്റ്റേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഞാൻ സ്റ്റേ ആയിട്ടുള്ള സദർ സ്ട്രീറ്റ്, അതായത് ദ ന്യൂ മാർക്കറ്റ് എന്ന് പറയുന്ന ഏരിയയിലേക്ക് പോയി. എസ്പ്ലനേഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷനിലാണ് ഞാൻ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ദി ന്യൂ മാർക്കറ്റിൽ നമുക്ക് പർച്ചേസിനൊക്കെ വേണമെങ്കിൽ നല്ല സ്ഥലമാണ്. ഹോട്ടൽ ഡിപ്ലോമാറ്റിലാണ് കേട്ടോ ഞാൻ താമസിച്ചത്. ഇവിടെ 600 രൂപയാണ് ഒരു സിംഗിൾ ബെഡിന് വരുന്നത് കേട്ടോ. ഇതേപോലെ സോളോ ആയിട്ട് വരുന്നവർക്കൊക്കെ ബഡ്ജറ്റിൽ പ്രിഫർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. മ്യൂസിയത്തിൻ്റെ മുമ്പിലാണ് കേട്ടോ ഉള്ളത്. ഇവിടെ 75 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത്. 10 മണി മുതൽ 6 മണി വരെ ഓപ്പണാണ്. മൺഡേയ്സിൽ ഒഴിവാണ് കേട്ടോ. നമ്മൾ അടുത്ത സ്ഥലമായിട്ടുള്ള വിക്ടോറിയ മെമ്മോറിയൽ ഹാളിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കേട്ടോ. 50 രൂപയാണ് ഇവിടെ ടിക്കറ്റിന് വരുന്നത്. ചിൽഡ്രൻ എബോവ് 3 years എല്ലാം 50 തന്നെയാണ്. ഇത് ക്യൂൺ വിക്ടോറിയ അനുസ്മരിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ചതാണ് കേട്ടോ. 1921 ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. അവിടുന്ന് പുറത്തിറങ്ങി സെൻറ്റ് പോൾസ് കത്തീഡ്രലൊക്കെ ഒന്ന് കണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേണമെങ്കിൽ ബിർള പ്ലാനറ്റോറിയം ഉണ്ട്. അത് കുട്ടികൾക്കൊക്കെയാണ് കൂടുതൽ നല്ലത്. അത് വേണമെങ്കിൽ കാണാം. ഈഡൻ ഗാർഡൻ ക്രിക്കറ്റ് സ്റ്റേഡിയം കാണാനുള്ള പോക്കാണ് കേട്ടോ. യൂബറിലെ ബൈക്ക് വിളിച്ചാണ് പോകുന്നത്.
അപ്പോൾ നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ സ്റ്റേഡിയത്തിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ആയിട്ടാണ് കൂടുതലും ഗവൺമെൻറ് ഓഫീസസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ വരുവാണെങ്കിൽ ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഒക്കെ നടന്നു വരികയാണെങ്കിൽ കൂടുതൽ ഓഫീസുകളൊക്കെ വന്ന് കണ്ടുവരാൻ പറ്റും. കൊൽക്കത്ത നഗരത്തിൻ്റെ ഒരു ഐക്കോണിക് സിമ്പിളായിട്ട് അറിയപ്പെടുന്നതാണ് കേട്ടോ ഈ യെല്ലോ ടാക്സികൾ. കണ്ടപ്പോൾ ആഗ്രഹത്തിന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു വെച്ചു. ബ്രിട്ടീഷുകാർ ഭരിച്ച കാലത്ത് ഉണ്ടായിരുന്ന ബിൽഡിങ്സൊക്കെയാണ് കൂടുതലും ഇവിടെ ഗവൺമെൻറ് ഓഫീസൊക്കെ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ലുക്ക് എല്ലാത്തിലും ഒരു ബ്രിട്ടീഷ് ലുക്ക് ബിൽഡിങ്സിലൊക്കെ ഉണ്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ റോഡിലൊക്കെ തിരക്ക് വളരെയധികം കുറവാട്ടോ. ഞാൻ ഇവിടെ നിന്ന് അടുത്ത് ഇനി പോകാൻ ഉദ്ദേശിക്കുന്ന മേഘാലയക്കാണ്. അപ്പോൾ അതിന് വേണ്ടി എനിക്ക് ആസാമിലെ ഗുവാഹത്തിയിലേക്ക് എത്തണം. അപ്പോൾ ട്രെയിൻ ടിക്കറ്റ് ഡയറക്റ്റ് കൊൽക്കത്തയിൽ നിന്ന് കിട്ടിയില്ല. ഈ ഒരു സ്ഥലം കൊണ്ട് ഇവിടെ പണ്ട് ട്രാം ഉണ്ടായിരുന്നു. ആ ട്രാം ഇപ്പോൾ നിലവിലില്ല, അതിൻ്റെ അടയാളമാണത്. അപ്പോൾ ഇതേപോലെ ബസ്സിന് നമുക്ക് സിലിഗുരി പോയിട്ട് ഗുവാഹത്തിക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് എസ്കലേഡ് എന്ന് പറഞ്ഞിട്ടുള്ള മെട്രോ സ്റ്റേഷൻ്റെ അടുത്താണ് ഇതിൻ്റെ ബസ് സ്റ്റാൻഡ് വരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇഷ്ടം പോലെ ബസ്സുകളുണ്ട്. അതിൻ്റെ റേറ്റും കുറച്ച് കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം കേട്ടോ. ഞാൻ വോൾവോ ആണ് ബുക്ക് ചെയ്ത് സ്ലീപ്പർ 1100 രൂപയായി സിലിഗുരിയിലേക്ക് കേട്ടോ. ഇനി സിലിഗുരിയിൽ നിന്ന് വീണ്ടും ഒരു 8 ഹവേഴ്സിൻ്റെ ജേണി ഉണ്ട്. സിലിഗുരി എത്താനായിട്ട് ഇവിടെ നിന്ന് ഏകദേശം ഒരു 10 മണിക്കൂർ ദൂരമുണ്ട്. അപ്പോൾ കൂടുതൽ മേഘാലയ വിശേഷങ്ങളായിട്ട് പിന്നെ കാണാം കേട്ടോ.